ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ എല്ലാ മുത്തുമണീസേക്കും നമ്മുടെ ഒരു ചെറിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് വേറൊന്നുമില്ല കേട്ടോ, ഇന്നത്തെ രാവിലെ മോൻ സ്കൂളിൽ പോകുന്നതിൻ്റെയും മോർണിംഗ് ഒരു ഇതാണ്. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മോർണിംഗ് ടൈമിൽ ഒരു കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ പങ്കിടുന്നത്. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? രാവിലെ ഇന്നിപ്പോൾ ഞാനൊരു 5:45 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോൾ എഴുന്നേറ്റ് ഇന്നിപ്പോൾ അപ്പവും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ്. പിന്നെ മോന് ടിഫിൻ റെഡിയാക്കണം, കുറച്ച് പണിയെല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ കറക്റ്റ് 7:45 കഴിയുമ്പോഴത്തേക്കും മോൻ ഇവിടെ നിന്ന് പോകും. കാര്യം അവർക്ക് 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിൽ അവർ സ്കൂൾ ബസ് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാവിലെ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്ലാബൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് കയറാം എന്ന് കരുതി. ഒരു ഐശ്വര്യമൊക്കെ വരട്ടെ അല്ലേ, ഒരു ക്ലീനിങ്. രാത്രിയെല്ലാം തുടച്ചിട്ടാണ് കിടക്കുക. ഞാനൊരു 3 മണിക്ക് എഴുന്നേറ്റിട്ട് അപ്പത്തിൻ്റെ മാവ് ഞാൻ അടിച്ച് ജസ്റ്റ് ഒന്ന് പതിഞ്ഞു വന്നപ്പോൾ ഫ്രിഡ്ജിൽ രാത്രി എടുത്ത് വെച്ചിട്ടാണ് കിടന്നത്. എന്നിട്ട് രാവിലെ ഒരു 3 മണിക്ക് എന്തോ എഴുന്നേറ്റപ്പോൾ പിന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ ചോറ് ഞാൻ ജസ്റ്റ് റൈസ് കുക്കറിൽ തിളപ്പിച്ച് അതിനകത്ത് വെച്ചിട്ട് അതൊന്നെടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വേണം വാർക്കാനായിട്ട്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് എന്താണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലൊക്കെ എന്താണ്? അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, അങ്ങനെ പോണു. ഇതിപ്പോൾ സൗണ്ട് കൊടുക്കുന്ന ഞാൻ വൈകിട്ട് ഇപ്പോൾ അതേ സൗണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. നല്ല മഴയൊക്കെയാണ്, മഴ പെയ്യും പിന്നെ തോരും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ചോറും പച്ചരിയും കൂടെ അടിച്ച് കുറച്ച് പുളിമാവുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ച് അടിച്ചു വെച്ചതാണ്. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഈസ്റ്റൊന്നും ഇടേണ്ട കാര്യമില്ല. ഇത് തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസാണ്. അത് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഒരു പൊട്ടറ്റോ ചെറുത് ഇത്ര ഇട്ടുള്ളൂ. ക്യാരറ്റ് ഇല്ലായിരുന്നു കേട്ടോ, ക്യാരറ്റും കൂടെ സാധാരണ ഇടാറുണ്ട്, പക്ഷെ അതില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ട് നമ്മളെപ്പോഴും ഈ ഗ്രീൻ പീസ് വേവിക്കുന്ന ടൈമിൽ ഒരുപാട് അങ്ങോട്ട് ബിസിലടുപ്പിക്കരുത് കേട്ടോ. കാരണം വെന്ത് ഒരുപാട് അങ്ങ് ഇതായി കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ കറിയാക്കുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒരു കട്ട കട്ട പോലെ ആവും, ആ തിക്നെസ് ആയിപ്പോവും. അപ്പോൾ കഴിവതും നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു മീഡിയം പാകത്തിന് തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ മോൻ എഴുന്നേറ്റിട്ടില്ല, അപ്പോൾ ഇപ്പം മദ്രസ ഇല്ലല്ലോ, ഇനി നാളെ മുതൽ മദ്രസ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ കിടന്നോട്ടെ ഉമ്മിയെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. ഹോംവർക്കും ടൈം ടേബിളൊക്കെ ആളെടുത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. പിന്നെ തുണി അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഈ വേഗം വാഷിങ്ങിനിട്ട്. കാര്യം എന്ന് വെച്ചാൽ കറണ്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെന്ന് അറിയില്ല. ഇപ്പം നല്ല ക്ലൈമറ്റ് ആയിട്ടോ, അപ്പോൾ ഞാൻ അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഒരെണ്ണം കൂടെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ പണി കിട്ടി കേട്ടോ. വാഷിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ തുണി പിന്നെ മേളിലൊക്കെ കൊണ്ടിടേണ്ടി വന്നു, നല്ല മഴയല്ലേ. പിന്നെ ഞാൻ മോൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഇന്നേഴ്സ് എല്ലാം അയൺ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ മഴ സമയത്ത് പാൻറ്റീസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിടുന്നത് നല്ലതാണ്. വേറെ ഇൻഫെക്ഷനോ സ്വിച്ചിങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വേറെന്താണ്, ചോറ് വാർത്തൊരു വശത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം കുറച്ച് തിളപ്പിക്കണമായിരുന്നു. കരിങ്ങാലി ഒന്നും ഇടേണ്ട, ഉമ്മ വെറുതെ വെള്ളം തിളപ്പിച്ച് ആറ്റി തന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത് സാധാരണ തലേ ദിവസമാണ് തിളപ്പിക്കുന്നത്, ഇന്നലെ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ തിളപ്പിച്ച് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫാനിൻ്റെ മൂട്ടി കൊണ്ട് വെക്കണം, എന്നാലേ നന്നായിട്ട് തണുത്ത് നമുക്ക് കുപ്പിയിൽ ബോട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ഇതിലോട്ട് ഒഴിക്കാൻ പറ്റില്ലെങ്കിൽ കുപ്പി ചുരുങ്ങിപ്പോയി. എപ്പോഴും കിട്ടുന്ന പണിയാട്ടോ അതൊക്കെ. അപ്പോൾ വേറെ എന്താണ്, ഇനി നമുക്ക് കുറച്ച് ചെറുള്ളി, കുറച്ച് വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് കടുവൊക്കെ താളിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ. നന്നായിട്ട് വാടി വരുമ്പോൾ അതിൻ്റെ പൊടികളൊക്കെ ഇടാം. കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, കാരണം ഗ്രീൻ പീസിൽ നമ്മൾ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങ അരച്ചൊന്നും ചേർക്കുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ തേങ്ങ അരച്ച് ചേർക്കാനായിട്ട് രാവിലെ തേങ്ങ പൊതിക്കാനൊക്കെ ഇക്കാനെ വിളിച്ച് കഴിഞ്ഞാൽ പറ്റില്ല, പൊതിച്ചത് ഇല്ലേതാനും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങയൊന്നും ചേർത്തില്ല. ഇതിപ്പോൾ ജസ്റ്റ് സവാള ഇതൊക്കെ വാട്ടിയിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ബീഫ് മസാല, ഗരം മസാലയും കൂടെ ഇട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് ആ പച്ചപ്പ് മാറുന്നവരെ ഇതൊന്ന് വാട്ടി ഇങ്ങനെ ഇതാക്കി എടുക്കും കേട്ടോ. എന്നിട്ട് നമ്മളിത് ഗ്രീൻ പീസ് കുറച്ച് ഇതിലോട്ട് റേശായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഗ്രീൻ പീസ് വേവുമ്പോൾ വെന്ത് അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ നമ്മുടെ കറിക്കൊരു ഇത് വരത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരും. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് എരിവ്, പച്ചമുളക് ഇട്ടിട്ടുണ്ട് എങ്കിൽ കൂടിയും കുറച്ചും കൂടെ എരിവ്
വേണം എന്ന് തോന്നുകയാണെങ്കിൽ ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് നെയ്യൊക്കെ തിളച്ച് വരണം. കുറച്ച് തേങ്ങയും കൂടെ നമ്മൾ പിന്നെ അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. പിന്നെ ക്യാരറ്റ്, കോളിഫ്ലവർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തേങ്ങ അരച്ച വെജിറ്റബിൾ കറിയുടെ കാണിച്ചില്ലേ. അപ്പോൾ നമ്മൾ എത്രത്തോളം വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ലതാണ്. കുട്ടികൾക്കും മറ്റുമൊക്കെ ഏറ്റവും ഒരുപാട് നല്ല ഗുണങ്ങളാണ്. പൊട്ടറ്റോ വെജിറ്റബിൾസ് എത്രത്തോളം ഉള്ളി കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ കുടിക്കാനുള്ള വെള്ളം റെഡിയായി. പിന്നെ മോന് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ബീഫ് കുറച്ച് അവനത് കൊടുത്തു വിടാൻ പറഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടാക്കി ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് ചൂടാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് അപ്പത്തിലോട്ട് കിടക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി അങ്ങ് തീർക്കുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അതങ്ങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അവൻ കുളിച്ച് വരുമ്പോൾ തന്നെ മറ്റേത് പിന്നെ ഫുഡ് കഴിക്കാൻ ടൈമില്ല എന്ന് പറഞ്ഞ് വെച്ചപ്പാടാ. ഞാനിത് നമ്മുടെ സാധാ പച്ചരിയിലാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റും ഒരു പശപശപ്പോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ നല്ല രീതിയിൽ അപ്പം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. എനിക്കിപ്പോൾ ഇത്രയും മാവ് 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ഉണ്ടാക്കാനോ എന്തായാലും 2 നേരത്തേക്ക് നമുക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. വേറെ എന്തൊക്കെയാണ് എൻ്റെ മുത്തുമണീസുകളെ വിശേഷം? നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഒഴിക്കുന്ന ടൈമിൽ തീ കൂട്ടി വെക്കുക, പിന്നെ ഫ്ലെയിം അങ്ങ് കുറയ്ക്കുക കേട്ടോ. ഒരുപാട് കരിഞ്ഞുകൊണ്ട് എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളു വേവണം കേട്ടോ. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ എടുക്കേണ്ടത്. കണ്ടോ, നല്ല അത്യാവശ്യം ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേറെ വിശേഷം എന്താണ്? അത് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ തുടങ്ങാനുള്ള ഒരു ടൈമാട്ടോ ഞാൻ ഈ സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ മിക്ക ദിവസവും കട്ടൻ ചായ ആണല്ലോ എന്ന്. ഇവിടെ മോനൊക്കെ പാല് ജസ്റ്റ് അവർ ബൂസ്റ്റിട്ട് അവർ കുടിക്കലേ ഉള്ളൂ. അല്ലാത്തപ്പോൾ അവർക്ക് എനിക്ക് ഉൾപ്പെടെ കട്ടൻ ചായ കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഞങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമൊക്കെ കഴിക്കാൻ അതങ്ങ് ശീലമായി. നമ്മുടെ സുലൈമാനി സ്പെഷ്യലാണ് കുടിക്കുക കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആരും അത് അങ്ങനെ സ്ഥിരം ഇത് തന്നെയാണോ എന്ന് കരുതേണ്ട. പാല് കുടിക്കുന്നുണ്ട്, ഇടയ്ക്ക് ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കുടിക്കുക കേട്ടോ. അങ്ങനെ മോനുള്ള അപ്പം മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് അപ്പം റെഡിയായി. ഇനി ചായക്കുള്ള പരിപാടിയും കൂടി ഇതിൻ്റെ ഇടയിൽ നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പമാണ്. നല്ല സോഫ്റ്റ്, ഒത്തിരി പുളിക്കൊന്നും ഇല്ല കേട്ടോ. നമ്മളെപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ പുളിമാവ് എപ്പോഴും, അതായത് 2 അപ്പം ഉണ്ടാക്കാനുള്ള മാവ് എപ്പോഴും മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് കറികളൊന്നും ഇഷ്ടമില്ല. ചോറും ആ ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതും മോര് കറിയും. അച്ചാർ വയ്ക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ ഒന്നും ഇഷ്ടമല്ല പുള്ളിക്ക്, അതൊന്നും ഇഷ്ടമല്ല. പിന്നെ വെള്ളം തണുപ്പിച്ച് തിളപ്പിച്ചാറ്റി കുപ്പിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായിട്ട് ഒരുങ്ങുകയാണ് പോകാൻ വേണ്ടിയിട്ട്. 7:30 കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ പോകണം. ഫസ്റ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൃതിയാണ്. അപ്പോൾ ആൾ കുളിച്ച് ഫ്രഷ് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഇനി മുടിയൊക്കെ ഒന്ന് മുടി ഈരൽ കണക്കാണ്. ഇത് കണ്ടില്ലേ, അത് ഇങ്ങനെയൊക്കെ ഇട്ടൊരു കാണിക്കലാണ്. പുതിയ സ്റ്റൈലെന്ന് ഏതാണ്ട് പേരൊക്കെ പറയണം കേട്ടോ. പിന്നെ ഹെഡിങ് എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് പോക്ക് സ്ഥിരമുള്ളതാണ് കേട്ടോ പേപ്പർ. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ സ്കൂളിലും ന്യൂസ് പേപ്പർ ഉണ്ട്. ചിലപ്പോഴൊക്കെ ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ വിശേഷമൊക്കെ ചോദിക്കും. അങ്ങനെ മോൻ പോകുന്ന വരെയുള്ള ഒരു വീഡിയോ ആണിത്. പ്രത്യേകിച്ച് എന്താ ഇനി ചെയ്യുക, ഉച്ചത്തെ ഫുഡിൻ്റെ ഒന്നും ആഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ മോളും ഇക്കയും നോട്ടം ഇല്ല. അപ്പോൾ ഇക്കയും മോളും കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ ഇന്നലെ നൈറ്റ്, അതായത് എപ്പോഴാണ് നൈറ്റല്ല, ഒരു 6 മണി എത്തുന്നത് 5-5:30 ആയപ്പോൾ കുളിക്കാൻ വേണ്ടി കയറുന്നതിന് മുന്നേ തന്നെ ഒന്ന് എല്ലായിടും ഒന്ന് തുടച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് റഫായിട്ട് പിന്നെ തൂക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് തുണി അതിൻ്റെ ഇടയിൽ വിടർത്തിയിടാനൊക്കെ ആയിട്ട് മേളിൽ പോയി കുറച്ച് താഴെ ഇട്ടു, സൈഡിൽ നനയാണ്ട്. പിന്നെ ഇക്കാനും എനിക്കുള്ള അപ്പമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ, ഒരു 10 മണി വരെയുള്ള വിശേഷങ്ങളായിട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ നല്ല വിശേഷം, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഞങ്ങളും ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകണു. വേറെ ഒന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.